ഹലോ ഫ്രണ്ട്സ്, ഐഷുൻ ക്രിയേഷൻസിൻ്റെ പുതുപുത്തൻ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. നമ്മളിന്ന് പോകുന്നത് തൃശ്ശൂരിലെ പ്രശസ്തമായ ഒരു അമ്പലത്തിലേക്കാണ് കേട്ടോ. തൃശ്ശൂർ പൂരം നടക്കുന്ന ശ്രീ വടക്കുംനാഥ ക്ഷേത്രത്തിലെ കാഴ്ചകളും വിശേഷങ്ങളുമായിട്ടാണ് ഞാനിന്ന് വന്നിരിക്കുന്നത്. നമ്മളിപ്പോൾ ഉള്ളത് വടക്കുംനാഥ ക്ഷേത്രത്തിൻ്റെ മുൻപിലാണ് കേട്ടോ. ക്ഷേത്രത്തിൻ്റെ മുൻപിലായിട്ട് ഒരു ആൽമരമൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ മുമ്പിൽ നിന്നാണ് ഇപ്പോൾ ഈ വീഡിയോ എടുക്കുന്നത്. പടിഞ്ഞാറേ നടയിലാണ് ഞങ്ങളുള്ളത്. അപ്പോൾ അതിൻ്റെ ഒരു കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത്. അപ്പം ഏകദേശം സമയം ഒരു 4 മണി അങ്ങനെ ആയതേ ഉള്ളൂ. കുറച്ച് നേരത്തെയാണ് ഞങ്ങൾ എത്തിയത്. അപ്പോൾ 5 മണി ആവാറാവും നട തുറക്കാൻ. അപ്പോൾ ഫ്രണ്ടിൽ വെയിറ്റ് ചെയ്യാണ് കേട്ടോ. അവിടെ വഴിപാട് കൗണ്ടറും പിന്നെ അതിൻ്റെ അടുത്തായിട്ട് ലെഫ്റ്റ് സൈഡിൽ ക്ലോക്ക് റൂമൊക്കെ ഉണ്ട്. ഇപ്പോൾ ലഗേജൊക്കെ എടുത്ത് വരുന്ന ആൾക്കാർക്കാണെങ്കിൽ അവിടെ ബാഗ് സേഫായിട്ട് സൂക്ഷിക്കാം. വിശാലമായ വലിയൊരു സ്ഥലത്തിനുള്ളിലാണ് ഈ വടക്കുംനാഥ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് കേട്ടോ. അമ്പലത്തിന് ചുറ്റുമായിട്ട് നമുക്ക് ഒരുപാട് വിസ്തൃതിയിൽ സ്ഥലം കാണാം. ഓരോ ഭാഗത്ത് ചെല്ലുമ്പോഴും ശ്രീ വടക്കുംനാഥൻ്റെ ഓരോ ഏരിയയാണ്. തെക്കു ഭാഗം, പടിഞ്ഞാറ്, കിഴക്ക് അങ്ങനെ പറഞ്ഞ് ഓരോ ഭാഗങ്ങളിലും നമുക്ക് ഈ ക്ഷേത്രത്തിൻ്റെ അതേ ഫ്രണ്ട് വ്യൂവോടുകൂടി തന്നെ കാണാൻ പറ്റും കേട്ടോ. പിന്നെ ഈ അമ്പലത്തിനൊരു പ്രത്യേകത കൂടി ഉണ്ട് കേട്ടോ. ഇവിടെ വെച്ചാണ് നമ്മുടെ തൃശ്ശൂർ പൂരം നടക്കുന്നത് കേട്ടോ. എല്ലാവരും കാണാറുണ്ടല്ലോ, ടി വിയിലായാലും പോയിട്ട് കണ്ടവരും ഉണ്ടാവും. അപ്പോൾ ഈ ക്ഷേത്രത്തിൽ ശ്രീ വടക്കുംനാഥ ക്ഷേത്രത്തിൽ വെച്ചാണ് നമ്മുടെ തൃശ്ശൂർ പൂരം നടക്കുന്നത്. ക്ഷേത്രത്തിൻ്റെ ക്ഷേത്രമുറ്റത്ത് വെച്ച് തന്നെയാണ് നടക്കുന്നത് കേട്ടോ. അപ്പോൾ തെക്കു ഭാഗത്താണ് തൃശ്ശൂർ പൂരം നടക്കുന്നത് എന്നാണ് ചോദിച്ചപ്പോൾ പറഞ്ഞത്. അപ്പോൾ ഇപ്പോൾ കാണുന്നത് പടിഞ്ഞാറ് ഭാഗമാണ്. തെക്കു ഭാഗവും ഞാൻ ഇതിൽ കാണിക്കാം കേട്ടോ. അവിടെ വച്ചാണ് തൃശ്ശൂർ പൂരം നടക്കുന്നത്. ഒരുപാട് ആനകളുമായിട്ട് കുടമാറ്റമൊക്കെ ആയിട്ട് തൃശ്ശൂർ പൂരം ഈ ഒരു അമ്പലത്തിൽ വച്ചാണ് നടക്കുന്നത്. തൃശ്ശൂരിലെ വളരെ പ്രശസ്തമായ ഒരു അമ്പലം തന്നെയാണ് ശ്രീ വടക്കുംനാഥ ക്ഷേത്രം. അപ്പോൾ നമ്മുടെ വീഡിയോ കാണുന്നവരെ മുഴുവനായിട്ടും കാണാൻ ശ്രമിക്കണേ. സ്കിപ്പ് ചെയ്യാതെ നമ്മുടെ വീഡിയോ മുഴുവനായിട്ടും കാണാൻ ശ്രമിക്കണേ. അപ്പോൾ പോകാത്തവരാണെങ്കിൽ ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കുക കേട്ടോ. പിന്നെ നമ്മുടെ വീഡിയോ ഒരുപാട് ആൾക്കാർ ഒത്തിരി സ്ഥലത്ത് നിന്ന് ഇഷ്ടപ്പെട്ട് കാണുന്നുണ്ട് കേട്ടോ. അവർക്ക് എല്ലാവർക്കും വേണ്ടിയാണ് ഞാനിങ്ങനെ ഓരോ കൊച്ചു വീഡിയോയുമായിട്ട് വരുന്നത്. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് ഞങ്ങളുടെ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണേ. നമ്മുടെ ചാനൽ 2K സബ്സ്ക്രൈബറിന് ആകാൻ വേണ്ടിയിട്ട് അടുത്ത് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഒത്തിരി നന്ദിയുണ്ട്. നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്ത് ഇത്രയും വരെ നമ്മളെ എത്തിച്ച എല്ലാവർക്കും ഒരുപാട് നന്ദി. നമ്മളെ വീഡിയോ കാണണേ. നമ്മളെ വീഡിയോ കണ്ടാൽ സൂപ്പറായിരിക്കും. നമ്മളെ വീഡിയോ കൊണ്ടുപോയിട്ട് കാണണേ. ഈ സബ്സ്ക്രൈബ് ചെയ്യണേ. നമുക്ക് എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ. സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും താങ്ക്സ്. ഓക്കെ. വടക്കുംനാഥ ക്ഷേത്രത്തിലൊക്കെ തൊഴുതു കഴിഞ്ഞിട്ട് ഞങ്ങൾ പോകുന്നത് ഇനി പാറമേക്കാവ് ഭഗവതി ക്ഷേത്രത്തിലോട്ടേക്കാണ് കേട്ടോ. ഇതും തൃശ്ശൂർ പൂരം നടക്കുന്ന ക്ഷേത്രങ്ങളിൽ ഒന്നാണ് കേട്ടോ, പാറമേക്കാവ് ഭഗവതി ക്ഷേത്രം. അപ്പോൾ ഇതാണ് പാറമേക്കാവ് ഭഗവതി ക്ഷേത്രം. വടക്കുംനാഥ ക്ഷേത്രത്തിന് അടുത്ത് തന്നെയാണ് ഈ ക്ഷേത്രവും ഉള്ളത്. അവിടുന്ന് കുറച്ച് നടന്ന് വരാനേ ശരിക്കും പറഞ്ഞാൽ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ ഫ്രണ്ടിലാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ അതിൻ്റെ ഫ്രണ്ട് വ്യൂ ആണ് കേട്ടോ. പാറമേക്കാവ് ക്ഷേത്രത്തിൻ്റെ ഫ്രണ്ട് വ്യൂ ആണ് ഇപ്പോൾ കാണുന്നത്. പുറമേ നിന്ന് മാത്രമേ വീഡിയോ എടുക്കാൻ പറ്റത്തുള്ളൂ. ഇതുവരെ ഈ അമ്പലത്തിൽ പോവാത്തവരാണെങ്കിൽ അവരും കൂടെ ഒന്ന് കണ്ടോട്ടെ എന്ന് കരുതിയാണ് ഞാൻ ഈ ഒരു ചെറിയൊരു വീഡിയോ ക്ലിപ്പ് ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യുന്നത് കേട്ടോ. ചെറിയൊരു ഭാഗം മാത്രമേ ഇതുള്ളൂ. അതായത് പാറമേക്കാവിൻ്റെ ഒരു ഫ്രണ്ട് വ്യൂ മാത്രമേ ഉള്ളൂ കേട്ടോ.
ഇവിടെ ഒരു 4 മണി അങ്ങനെയൊക്കെ ആകുമ്പോൾ നട തുറക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ പോയവർക്കറിയാം, പോകാത്തവരോടാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഞങ്ങളുടെ ഈ കൊച്ചു വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഇനിയൊരു പുതിയൊരു വീഡിയോയുമായി ഞങ്ങൾ വരുന്നതാണ്. ബൈ 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 ഫ്രണ്ട്സ്, ബൈ ബൈ.